ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗരം മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. ഹോം മെയ്ഡ് ഗരം മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഗരം മസാലയുടെ പൊടി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു പാത്രത്തിലേക്ക് എല്ലാ സ്പൈസസും കൂടി എടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് 1/4 കപ്പ് പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ 4 ടേബിൾ സ്പൂൺ ആണ്. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ സാജീരകം, 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി, 1 ടേബിൾ സ്പൂൺ ഏലക്കായ, 2 ജാതിപത്രി, കുറച്ച് കറുവാപ്പട്ട, 4 ചെറിയ തക്കോലം. ഇനിയിപ്പോൾ വലുതാണെങ്കിൽ 2 എണ്ണം മാത്രം എടുത്താൽ മതി. കുറച്ച് ബേ ലീവ്സ് അല്ലെങ്കിൽ വയനയില, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, മുഴുവനോടുള്ള കുരുമുളകാണ് കേട്ടോ വേണ്ടത്, 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പു, 3 ഉണക്കമുളക് എന്നിവയാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചീനച്ചട്ടി ഉള്ളതെങ്കിൽ അത് എടുത്താലും മതി. ഇനി അതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് വഴറ്റി കരിച്ചു കളയരുത്. ഈ സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടായി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കരിയാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗുണവും മണവും ഒന്നും കിട്ടില്ല. സ്പൈസസ് നന്നായിട്ട് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായി തണുത്ത ശേഷം സ്പൈസസ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട ശേഷം തരിയില്ലാതെ പൊടിച്ചെടുക്കാം. അങ്ങനെ അടിപൊളി ടേസ്റ്റിലുള്ള ഗരം മസാല പൗഡർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യണം. ഇതുപോലെ ഹോംലി ഗരം മസാല പൗഡർ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ഗരം മസാല പൗഡർ നോൺ വെജിനും വെജിനും ഒക്കെ ഒരുപോലെ ഉപകാരപ്രദമാണ്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി ഡിഷുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.